പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ പങ്കജാക്ഷൻ ഉണ്ണിത്താൻ ഹൃദയാഘാതമുണ്ടായി മരണപ്പെട്ട സംഭവത്തിൽ മകളുടെ മൊഴി രേഖപ്പെടുത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസറാണ് മകൾ ജ്യോതിശ്രീ ഉണ്ണിത്താന്റെ മൊഴിയെടുത്തത്. ജില്ലാ പോലീസ് മേധാവിക്കും മകൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. കേസ് അടൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷിക്കും. 70-കാരനായ പങ്കജാക്ഷൻ ഉണ്ണിത്താൻ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് ഹൃദയാഘാതം സംഭവിക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തത്. അന്ന് തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൾ ജ്യോതിശ്രീ ഉണ്ണിത്താൻ പരാതി നൽകിയിരുന്നു. ഇന്ന് അപ്പോൾ പരാതിയിന്മേൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മൊഴി രേഖപ്പെടുത്തിയല്ലേ ഇന്ന്? എന്താണ് മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം പറഞ്ഞത്? അവർ എൻ്റെ മൊഴിയെല്ലാം എടുത്തു, ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അവരത് പരിശോധിക്കുമെന്ന് പറഞ്ഞ് ബാക്കി അക്കോർഡിംഗ്ലി അവർ റിസൾട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ നടക്കുന്നു. തുടർന്ന് എസ് പിക്കും പരാതി നൽകിയല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ എസ് പിക്കും പരാതി നൽകി. ഡോക്ടർ ചെയ്ത ട്രെഡ്മിൽ ടെസ്റ്റും കൊണ്ട് തന്നെയാണ് പപ്പാടെ ഈ മരണം സംഭവിച്ചത്. അതവർക്ക് നമ്മൾ ഡിസ്കഷന് പോയപ്പോൾ അവർക്ക് മനസ്സിലായി, നമുക്ക് ഒരു ഊഹം കിട്ടിയിട്ടുണ്ടെന്ന്. ദെൻ ദേ അൾട്ടേർഡ് ദാറ്റ് റിപ്പോർട്ട് കി ഡോക്ടറുടെ ക്രിമിനൽ നെഗ്ലിജൻസിനെ, ആ മർഡറിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അവർ ആ റിപ്പോർട്ടിനെ അൾട്ടർ ചെയ്ത് തന്നിരിക്കുന്നു. അതിൻ്റെ അഗേൻസ്റ്റ് നമ്മൾ ഇന്ന് എസ് പിക്ക് നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. പരാതി ഉയർന്നതിന് ശേഷം സ്വകാര്യ ആശുപത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്നേരം അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് ട്രെഡ്മിൽ ടെസ്റ്റ് നടത്താനായിട്ട് അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് അതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അധികാരം ചെയ്യാനൊക്കും, ഇറ്റ്സ് അലൗഡ്. പക്ഷേ എല്ലാ ടെസ്റ്റും ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പർ നെക്ക് പെയിൻ ഉണ്ടായിരുന്നു പപ്പായ്ക്ക്, ഷോൾഡർ പെയിന്, പപ്പായ്ക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു ഒരാഴ്ചയും കൊണ്ട്. ഇത്രയെല്ലാം ക്രിട്ടിക്കൽ ഡയബറ്റിക് ഉണ്ടായിരുന്നു. ഡയബറ്റീസ് കൊണ്ട് ബാക്കി എല്ലാ കോംപ്ലിക്കേഷൻസും ഡയബറ്റീസ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. ആ ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റിനെ, എല്ലാത്തിനെയും ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിനെ, ഹൈ റിസ്ക് പേഷ്യൻറ്റിനെ ഇവർ ട്രെഡ്മില്ലിൽ നടത്താൻ പാടില്ലായിരുന്നു. ഈവൻ ദ ബേസ് ലൈൻ റീഡിംഗ് ആയിരുന്നു അവരുടെ ഹാർട്ട് റേറ്റ് 122 ആയിരുന്നു, BP 170 ആയിരുന്നു. ആ സമയത്ത് അവർ ആ പേഷ്യൻറ്റിനെ യൂഷ്വലി എല്ലായിടത്തും ഡോക്ടർ ഇത്രയും ഹൈ BP ഹൈ റേറ്റ് ഉണ്ടെങ്കിൽ BP ഹാർട്ട് റേറ്റും അവർ മെഡിസിൻസ് കൊടുക്കും അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ട്രെഡ്മിൽ ചെയ്യിപ്പിക്കാം, ഇറ്റ്സ് അലൗഡ്. അതല്ലേ ഇത് വെച്ചേക്കുന്നത് ഡയഗ്നോസിസിന് വേണ്ടി. പക്ഷേ അതിനു വേണ്ടിയും ക്രൈറ്റീരിയ ഉണ്ട്. അവർ ഒരു ക്രൈറ്റീരിയയും കൺസിഡർ ചെയ്യാതാണ് പപ്പായെ ട്രെഡ്മിൽ കയറ്റിയത്. അതാണ് നെഗ്ലിജൻസ് നമ്മൾ പറയുന്നത്. അവർക്ക് നിയർ ബൈ ഹോസ്പിറ്റലിൽ പപ്പായെ കൊണ്ടുപോയായിരുന്നു, വിച്ച് ഇസ് വെരി നിയർ ബൈ. 12 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ അടൂർ കൊണ്ടുപോയതിലും ഹോസ്പിറ്റലിൽ. 30 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയിരിക്കുന്ന ഒരു മണിക്കൂറെടുത്ത് പപ്പായ ഇവിടെ നിന്നിട്ട് അവിടെ വരെ കൊണ്ടുപോകാൻ. ഇത്രയും ക്രിട്ടിക്കൽ ഉള്ള പേഷ്യൻ്റ്, അതും വെന്റിലേറ്ററില്ലാതെ. ഇതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഞാൻ മെഡിക്കൽ ബോർഡിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയ് 25-നാണ് പങ്കജാക്ഷൻ ഉണ്ണിത്താന് ഇത്തരത്തിൽ ചികിത്സയ്ക്കിടെ ഒരു ദാരുണാന്ത്യം സംഭവിച്ചത്. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.